ഡാലസ് സ്റ്റേഡിയത്തിന്റെ കിക്ക് ഓഫീസിന് മുന്നേ ലമീൻ യമാൽ ഒന്നുറപ്പിച്ചിരുന്നു. ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ ഭയക്കേണ്ടത് ഫ്രാൻസ് ആയിരുന്നു എന്നാണ് യമാലിന്റെ വാക്കുകൾ. ഈ ശക്തികളുടെ പോരാട്ടം ഒന്നുകൊണ്ട് തന്നെ ലോകമേറെ ശ്രദ്ധിച്ച മത്സരം കൂടിയായിരുന്നു സ്പെയിൻ ഫ്രാൻസ് മത്സരം. മെഡിറ്ററേനിയൻ കടലിന്റെ ഓരങ്ങൾ ചേർന്ന് കിടക്കുന്ന രണ്ട് യൂറോപ്യൻ പ്രബലരുടെ അംഗം. ഏത് പ്രതിരോധവും വിറപ്പിക്കാനുള്ള ഫ്രഞ്ച് പടയുടെ ആത്മവിശ്വാസം ചോർന്ന കാഴ്ചയായിരുന്നു ഡാലസിലേത്. ഫ്രാൻസ് അവരുടെ നിയൽ മാത്രമായി പോയ രാത്രി. എംബാപ്പയും ഡംബാലയും ഒലീസയും ഒക്കെ അടങ്ങുന്ന ഫ്രഞ്ച് കരുത്തിനെ ആര് തടയിടുമെന്ന ചോദ്യത്തിന് ലോകകപ്പിലെ ആദ്യ സെമി ഫൈനൽ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകിയിരിക്കുന്നു. സ്പാനിഷ് സംഘം ഒരുക്കിയ നല്ല ഒന്നാം തരം കൂട്ട്. ലോക ഫുട്ബോളിലെ വമ്പന്മാർ പാടെ നിറം മങ്ങി. ഫ്രഞ്ച് പ്രതിരോധ കോട്ട പൊളിച്ച് സ്പെയിൻ നിറയൊഴിച്ചത് 2 തവണയാണ്. ആദ്യം ഒയർസബാലിന്റെ പെനാൽറ്റി. അത് അയാൾ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ താരത്തിന്റെ വേൾഡ് കപ്പിൽ 5ാം ഗോളാണ് പിറന്നത്. പിന്നീട് പെഡ്രോ പോറയുടെ വക ഒരു മനോഹര ഗോളും. ഫ്രഞ്ച് പ്രതിരോധ നിരക്ക് വെറും കാഴ്ചക്കാരാവാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതോടെ തന്നെ ഏറെക്കുറെ ഫ്രഞ്ച് പടയോട്ടം അവസാനിച്ചിരുന്നു. ആദ്യം പതറിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇന്നും ഫോമിലേക്ക് ഉയർന്നാണ് സ്പെയിൻ ലോകകപ്പിന്റെ കലാശപ്പോരിലേക്ക് എത്തുന്നത്. 2010 സൗത്ത് ആഫ്രിക്കൻ ലോകകപ്പിൽ അവർ എത്തിയത് 2008 യൂറോ ജയിച്ചായിരുന്നു. പിന്നീട് 2 ആണ്ടിനപ്പുറം അവർ ലോകവും ജയിച്ചു. ടിക്കിടാക്ക എന്നൊരു ഫുട്ബോളിന്റെ വിശ്വമനോഹര മുഹൂർത്തങ്ങളെ കൊണ്ട് ഫുട്ബോളിനെ മനോഹരമാക്കിയ കേളി ശൈലിയുടെ കാലം. സാവിയും ഇനിയസ്റ്റയും ബുസ്കറ്റ്സും എല്ലാം ഒരുമിച്ച് തീർത്ത ഫുട്ബോൾ വസന്തത്തിന്റെ പേര്. അതെ, ഇന്ന് 2024 യൂറോപ്പ് ജയിച്ച് സ്പെയിൻ വീണ്ടും ഒരു ലോക കിരീടം സ്വപ്നം കാണുകയാണ്. അവസാന 38 കളിയിലും തോൽവി അറിയാതെയാണ് അവർ ഫൈനലിലേക്ക് ഇറങ്ങുന്നത്. 2014 ഗ്രൂപ്പ് ഘട്ടത്തിൽ 18ലും 22ലും പ്രീ ക്വാർട്ടറിലായിരുന്നു അവർക്ക് മടങ്ങാൻ വിധി. ഇത്തവണ അങ്ങനെയല്ല, കാര്യങ്ങൾ ആകെ മാറി. തുടക്കം കന്നിക്കാരായ കാപ്പ് വാർഡയോട് തോൽവിയോളം പോന്ന ഗോളില്ലാ സമനിലയോടെ പിന്നെ സൗദിക്കെതിരെ 4 അടിച്ച് ജയിച്ചു. നോക്കൌട്ടിൽ വീഴ്ത്തിയത് യൂറോപ്യൻ ടീമുകളെ. അതിൽ റൊണാൾഡോയുടെ പോർച്ചുഗൽ അടക്കമുണ്ട്. ബെൽജിയത്തോട് വാങ്ങിയ ഒരേ ഒരു ഗോൾ മാത്രമാണ് സ്പെയിനിന് വലയിലുള്ളത്. 8 ക്ലീൻ ഷീറ്റ്. ഉനോയ് സിമോൺ എന്ന കാവലാൾ എതിരാളികൾക്ക് ഒരു പ്രഹരമാണ്. 19ാം വയസ്സിൽ പ്രതിരോധത്തിന്റെ കുന്തുമുനയായ കൊബാസി. മുന്നോട്ടുള്ള വഴിയൊരുക്കി നായകൻ റോഡ്രി. ദിശ മാറ്റുന്ന ഒൽമോ. എതിരാളികളെ വെട്ടിത്തട്ടിക്കയറി വിള്ളലുണ്ടാക്കുന്ന യമാലും കുക്കുറയും. പോസ്റ്റിലേക്ക് ലക്ഷ്യം കാണാൻ ഒയർസബാലും. പകരം ഇറങ്ങിയാൽ ഗോളടിച്ച് മാത്രം മടങ്ങോ എന്ന് വാശിയുള്ള മൊറീനയും. അങ്ങനെ ചേരുന്നു ടിക്കിടാക്കയുടെ മനോഹാരിത. 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ കൂടി അവരെ തേടി എത്തുകയാണ്. ഒരു കളിക്കപ്പുറം കാത്തിരിക്കുന്നത് ഒരു കനകസിംഹാസനമാണ്.